ഹായ് എജുബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മക്കൾ എക്സാമിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തിലാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താ നോക്കിയാലോ? എന്താണ് ലോ? ലോയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, എന്താണ് നിയമം? ലോ ഈസ് ദ accepted set of rules and regulations for the existence and smooth functionings of the society. നമ്മുടെ സമൂഹത്തിൻ്റെ സ്മൂത്ത് ആയിട്ട് പോകാൻ എന്ത് ചെയ്യണം? നമ്മളൊരു ലോയിന് കീഴിലായിരിക്കണം അല്ലേ? യെസ്, നമ്മൾ ഒരുപാട് ലോയിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് എന്താവശ്യമാണ്? ഒരു ലോ, കൃത്യമായിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അണ്ടറിലൂടെ പോകേണ്ടത് എന്താണ്? അത്യാവശ്യമാണ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള നിയമങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ലോസ് ഓർ റൂൾസ് ഫോംഡ് ത്രൂ സോഷ്യൽ നോംസ് ഓർ പ്രാക്ടീസ്, അതായത് സമൂഹത്തിൻ്റെതായിട്ടുള്ള സാമൂഹിക വഴക്കങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്ന നിയമങ്ങൾ. പിന്നെ എന്താണ്? ലോസ് ഫോംഡ് ബൈ സിസ്റ്റമാറ്റിക് മെക്കാനിസം, അതായത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി വരുന്ന റൂൾസ് രണ്ട് വിധത്തിലാണിത്. ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും മറ്റൊന്ന് സാമൂഹികമായിട്ടുള്ള വഴക്കങ്ങളിലൂടെ വരുന്ന സോഷ്യൽ നോംസ് ഓർ പ്രാക്ടീസിലൂടെ വരുന്ന നിയമങ്ങളും. ഓക്കെ, പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ലോസിനെ പറ്റി, ഒരുപാട് നിയമങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണവ? യെസ്, എഡ്യൂക്കേഷണൽ ലോസ് ആയാലും, അതേപോലെ ട്രാഫിക് ലോസ്, ചൈൽഡ് റൈറ്റ്സ് ആക്ട്, വുമൺ പ്രൊട്ടക്ഷൻ ആക്ട്, അതേപോലെ കൺസ്യൂമർ ലോ അല്ലേ, അതായത് ഗതാഗത നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം, സംരക്ഷണ നിയമം, ഉപഭോക്തൃ നിയമം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചില നിയമങ്ങളാണല്ലേ. ഇവിടെ നോക്കിയേ, എന്താണ് രാഷ്ട്രം? ഈ നിയമങ്ങളൊക്കെ നമ്മൾ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ അനുസരിക്കേണ്ടതായിട്ട് വരും. അതായത് ആ രാഷ്ട്രം കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ചില നിയമങ്ങൾ നമ്മൾ അനുസരിച്ചിരിക്കണം. അപ്പോൾ എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്, അതായത് ദ സ്റ്റേറ്റ് ഈസ് പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് population permanently residing in territory that is defined within the jurisdiction of a government. അതായത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ ഒരു സമൂഹത്തെയാണ് എന്ത് പറയാ? രാഷ്ട്രം എന്ന് പറയാ. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു രാഷ്ട്രത്തിന്റെ? ദ എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് സോവറിറ്റി, അതായത് ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് ഒരു രാഷ്ട്രത്തിന്റെ എലമെന്റ്സ്, ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇതെന്താ മക്കളെ? ഇതാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം. ഇതാണെന്ത്? നമ്മുടെ നിയമസഭാ മന്ദിരം. കേരള നിയമസഭയാണിത്. ഇത് നോക്കിയേ, ഇത് കുറച്ച് ട്രാഫിക് റൂൾസ് ആണ്. ഇതെൻ്റെ മക്കൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം. ഈ ചില റൂൾസ് തന്നിട്ട് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാവണം. നോക്കിയേ, ഈ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോ സൈക്ലിംഗ്. ഇതെന്താണ്? ഇത് നോ പെഡസ്ട്രിയൻസ്, അതായത് കാൽനട യാത്രക്കാർ പാടില്ല. ഇതെന്താണ്? നോ പാർക്കിംഗ്. അതേപോലെ ഇതെന്താണ്? അടുത്ത സ്കൂളുണ്ട്, നിയർ സ്കൂൾ. അതേപോലെ ഇതെന്താണ്? റെയിൽവേ ക്രോസ് അടുത്തുണ്ട്. ഇതെന്താണ്? സീബ്ര ക്രോസ്, പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീബ്ര ലൈൻ ഉണ്ട്. ഇതെന്താണ്? നോ സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഇതെന്താണ്? നോ ഹോൺ അടിക്കാൻ പാടില്ല. ഇതെന്താണ്? ഹെൽമെറ്റ് ധരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്താണ്? ലോസ്, നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി പെഡസ്ട്രിയൻസിന് വേണ്ടി കുറച്ച് നിയമങ്ങളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പെഡസ്ട്രിയൻസ് ശ്രദ്ധിക്കേണ്ട, അല്ലെ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ എഴുതണം. നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ ചേർന്ന് നടക്കണം. എന്നാലേ നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പാസ് ചെയ്യുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റൈറ്റും ലെഫ്റ്റും നോക്കിയിട്ട് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. രണ്ട് പേര് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? Cross the road only after looking two sides. Cross the road only at zebra crossing. Zebra crossingലൂടെ മാത്രം എന്ത് ചെയ്യുക? റോഡ് ക്രോസ് ചെയ്യുക. More than 2 people together should not walk on the same time. അതായത് രണ്ട് പേരിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് കൂടെ നടക്കാണ്ടിരിക്കുക. അതേപോലെ do not walk through ഏരിയാസ് പെഡസ്ട്രിയൻസ് പ്രൊഹിബിറ്റഡ്. പെഡസ്ട്രിയൻസിന് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ എന്ത് ചെയ്യുക? നടക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്തായാലും
ഒന്ന് നോക്കിയിട്ട് പോകണം. ഓക്കെ, ആ ഒരു പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ എൻ്റെ മക്കൾക്ക് പറ്റണം. ഓരോ പിക്ചറും എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് എൻ്റെ മക്കൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.